നമുക്കെന്തറിയാം? അതുകൊണ്ടാണ് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു, സങ്കടപ്പെടരുത്, നിനക്ക് വിവരല്ല, അവിടെ സങ്കടപ്പെടണ്ട. ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും, അതിൻ്റെ പേരിലായിരിക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ തീരാ ദുഃഖത്തിൽ നമ്മൾ അകപ്പെടേണ്ടി വരിക. കാരണം നമ്മൾ വിഡ്ഢികളായതുകൊണ്ടാണ് തുടക്കത്തിൽ ഭയങ്കര സന്തോഷിച്ചതേ, വരാൻ പോണത് ഭയങ്കര ആപത്തായിരുന്നു എന്ന് നമുക്ക് തിരിഞ്ഞില്ല. വേറെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ നമ്മൾ വാവിട്ട് കരഞ്ഞുപോയി. പക്ഷേ കാലം കുറെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾക്ക് മനസ്സിലായി ഇതെന്റെ ഖൈറിനായിരുന്നു. നമുക്കന്ന് വിവരമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് കരഞ്ഞു, വലിയ സങ്കടപ്പെട്ടു. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ നമ്മോട് പഠിപ്പിച്ചതാണ്, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര വെറുപ്പായിട്ട് തോന്നും, അത് വാസ്തവത്തിൽ ഭാവിയിൽ നിങ്ങൾക്ക് അതിലായിരിക്കും ഖൈർ. ചില കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും ഇഷ്ടമൊക്കെ തോന്നും, പക്ഷേ ഭാവിയിൽ നിങ്ങൾ അതുകൊണ്ടായിരിക്കും ഏറെ സങ്കടപ്പെടേണ്ടി വരിക. എന്നിട്ട് പറഞ്ഞ കാരണം എന്താണെന്നറിയോ? വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അല്ലാഹ്ക്ക് ഇൽമുണ്ട്, നിങ്ങൾക്ക് ഇൽമില്ല. നമുക്ക് അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ സങ്കടപ്പെടും. നമുക്ക് എന്താണെന്ന് അറിയൂല, നമ്മളെ ഫ്യൂച്ചർ എന്താണ് നമുക്കറിയൂല, നമ്മളെ ഫ്യൂച്ചറിൽ നമുക്ക് ഏതാ ഹൈറായിട്ട് വരികയാണെന്ന് നമുക്കറിയൂല. അതുകൊണ്ട് നമ്മളിപ്പോൾ ചിലപ്പോൾ വല്ലാതെ അമിതമായി ആഹ്ലാദിക്കും, ചിലപ്പോൾ അമിതമായി സന്തോഷിക്കും, ചിലപ്പോൾ അമിതമായി ദുഃഖിക്കും. അതൊന്നും സ്ഥായിയാവില്ല, എന്നും നിലനിൽക്കുന്നതാവില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഭയങ്കര തിരിഞ്ഞടിക്കും. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത്, നിനക്ക് സങ്കടവും വിഷമൊന്നും ഉണ്ടാവുമ്പോൾ ആത്യന്തികമായിട്ട് ആഹ്ലാദിക്കും വേണ്ട, സങ്കടപ്പെടുകയും വേണ്ട. അള്ളാഹുവിൻ്റെ മശീഅത്തൊക്കെ നടക്കും. എന്താണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതിലൊക്കെ എനിക്ക് ഖൈറേ വരൂ എന്നെൻ്റെ മനസ്സിനെ പഠിപ്പിക്കാനാണ് അള്ളാഹു തആല പറയുന്നത്. പക്ഷെ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, റബ്ബേ നീ എനിക്ക് വിധിക്കുന്നതൊക്കെ ഖൈറാക്കണേ. നമുക്കതിനല്ലേ പറ്റുള്ളൂ. എന്ത് വിധിക്കണം എന്ന് അള്ളാഹ്ക്കേ പറ്റുള്ളൂ. അള്ളാഹ് നീ എനിക്ക് എന്ത് വിധിക്കുകയാണെങ്കിലും അതൊക്കെ എന്തായി മാറണം? ഖൈറായി മാറണം. اللهم إني أسألك من الخير كله عاجله وآجله ما علمت منه وما لم أعلم وأعوذ بك من الشر كله عاجله وآجله ما علمت منه وما لم أعلم اللهم إني أسألك من خير ما سألك عبدك ونبيك وأعوذ بك من شر ما عاذ به عبدك ونبيك اللهم إني أسألك الجنة وما قرب إليها من قول أو عمل وأعوذ بك من النار وما قرب إليها من قول أو عمل وأسألك أن تجعل كل قضاء قضيته لي خيرا. إلى وسارة വഅസ്അലുക റബ്ബേ, ഞാൻ നിന്നോട് യാചിക്കുകയാണ്, അൻ തജഅല, നീ നിശ്ചയിക്കണം, കുല്ല ഖദാഇൻ ഖദൈതഹു ലി, എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് എന്തൊക്കെ നീ വിധിക്കുന്നുണ്ടോ, നിനക്കെന്തും വിധിക്കാൻ അധികാരമുണ്ട്, എന്ത് നീ എൻ്റെ അളവിൽ വിധിക്കുന്നുണ്ടോ അതൊക്കെ എനിക്ക് നീ ഖൈറാക്കി തരണം. അള്ളാഹിൻ്റെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ മനഃപാഠമാക്കി വെക്കണം. ജീവിതത്തിൽ ഉത്തരം കിട്ടണം. നേരെ നോക്കി വിളിച്ചോളി. സുബഹിന്റെ മുമ്പൊക്കെ നല്ലോണം ചോദിച്ചോളി. ഇത് ജാമിഉ ദുആ ആണ്. ദുആന്റെ എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. അതിലും ഇനി പറയാത്തൊരു കാര്യമില്ല. അത്രക്ക് പവറുള്ള പ്രാർത്ഥനയാണ്. അതിൽ ഇനി ഒരു വിഷയം വരാൻ ബാക്കില്ല. കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ പഠിക്കണം. അപ്പൊ അതില് റബ്ബിന്റെ ഖളാ എന്താ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ അള്ളാഹിനോട് നമ്മൾ സാധുക്കളാണ്, നമ്മൾ വിവരമില്ലാത്തവരാണ്. പക്ഷെ നീ എന്ത് ഖളാ, നിന്റെ ഖളാ നിനക്ക് എന്തിനും നിനക്ക് അധികാരമുണ്ട്. അതൊന്നും ഞാൻ ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല. നിന്റെ ഖളായിനൊക്കെ ഞാൻ തൃപ്തിപ്പെടും. പക്ഷെ റബ്ബെ, നിന്നോട് യാചിച്ചുകൊണ്ട് ഞാൻ പറയണം, എന്റെ വിഷയത്തിൽ നീ എന്ത് വിധിക്കുകയാണെങ്കിലും അള്ളാഹ് അത് ഖൈറാക്കി മാറ്റണേ, അതിന് നിനക്ക് പറ്റുള്ളൂ. അതൊക്കെയാണ് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത്.